ഒരു പക്ഷേ ഇസ്ലാം എന്ന മതവും മുസ്ലിം എന്ന ജനവിഭാഗവും ഈ ഭൂമുഖത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതൊരു ചോദ്യമാണ്. പലപ്പോഴും ഇസ്ലാം മതവിശ്വാസികൾ ഘോരം പബ്ലിക് വേദികളിൽ നിന്ന് പ്രസംഗിക്കാറുള്ളത് ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് കുടുംബം ഉണ്ടായത്, ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ ഇല്ലാതെ പോയത്, ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് അനാഥകളെ സംരക്ഷിക്കുന്ന ആലയങ്ങൾ ഉണ്ടായത്, വിധവാ സംരക്ഷണം ഉണ്ടായത്. ഇതൊക്കെയാണ് ഇവരുടെ അവകാശവാദങ്ങൾ. എന്നാൽ വിധവകളെ സൃഷ്ടിക്കുന്ന മതമാണ് ഇസ്ലാം, അനാഥകളെ സൃഷ്ടിക്കുന്ന മതമാണ് ഇസ്ലാം, കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന മതമാണ് ഇസ്ലാം. ലോകത്ത് എവിടെയാണോ മനുഷ്യൻ ഇടകലർന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ കൊടുത്തും പങ്കുവച്ചും വളരെ സുന്ദരമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്, അവിടെ ഒരു മുസ്ലിമിനെ ഒന്ന് കടത്തിവിട്ടാൽ മതി, അവരുടെ പിന്നീടുള്ള സന്തോഷവും സമാധാനവും അവരുടെ ജീവിതവും ഒക്കെ നിർണയിക്കുന്നത് ഏതു മതമാണെന്നും ഏതു രൂപത്തിലാണ് പോകുന്നതെന്നും ആ മുസ്ലിം പിന്നീട് ക്രമേണ കുറേശ്ശെ മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് നിറയ്ക്കാൻ ശ്രമിക്കുന്നതും പള്ളികളും മദ്രസകളും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്നതും ക്രമേണ അവരുടെ മതനിയമങ്ങൾ മാത്രം അവിടെ ആക്കി തീർക്കാനും മറ്റുള്ളവരെ ഓടിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് രാജ്യങ്ങൾ അതിന് തെളിവാണ്. ഇസ്ലാം എങ്ങനെയാണ് ലോകത്തിന് പ്രത്യാഘാതമായി മാറുന്നത്, മനുഷ്യന് പ്രതിസന്ധിയായി മാറുന്നത്? പല പണ്ഡിതന്മാർക്കും ജീവിത സന്ധാരണത്തിനുള്ള ഉപാധിയായിട്ട് അവർ ഈ മതത്തെ കൊണ്ടു നടക്കുന്നു. അതിനെ വിറ്റ് അവർ പുട്ടടിക്കുന്നു. അവർക്കും അറിയാം അതൊക്കെ ബ്ലണ്ടറാണ്. ഇന്നത്തെ കാലത്ത് പരലോകവും സ്വർഗവും ഹൂറികളും ഒക്കെ വിശ്വസിച്ച് ആരും കാത്തു നിൽക്കുന്നില്ല. ഇസ്ലാമിലെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ലോകത്തിന് ബാധിച്ച ക്യാൻസറാണ് എന്ന് പറയാനുള്ള കാരണം അത് മുറിച്ചു മാറ്റപ്പെടേണ്ടതാണ് എന്ന ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ ചെറിയ ചില എക്സാമ്പിളുകൾ ഒന്ന് കാണിക്കാം. ലോകത്തെ ബാധിച്ചിരിക്കുന്ന വലിയ ക്യാൻസറുകളാണ് രണ്ടെണ്ണം. KM ഷാജിയുടെ വർഗീയ പ്രസംഗം തിരുത്തിക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതെ, ലീഗിന് വഴങ്ങുകയാണോ അതോ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങുകയാണോ? ആലോചിച്ചാൽ മതി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതഭീകരതയില്ല, മതതീവ്രവാദമില്ല, അവരിപ്പോൾ മതഭരണം പിടിക്കണമെന്ന് പറയുന്നില്ല എന്നാണ് ടിയാൻ പറയുന്നത്. അതേപോലും സ്വന്തം സമുദായത്തിനു വേണ്ടി ഭരണം പിടിക്കണം എന്നാണ് KM ഷാജി പറയുന്നത്. അപ്പൊ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഏത് ആലയത്തിലാണ് ചെന്ന് നിൽക്കുന്നത് നോക്കൂ. സുന്ദരിയായ ഒരു സ്ത്രീ, സൗന്ദര്യമുണ്ടോ ഇല്ലേ രണ്ടാമത്തെ കാര്യമാണ്, രേണു അനിൽ. ഇത് ജീവൻ ഒടുക്കിയത് എന്തിനാണെന്നറിയാമോ? ഇത് കണ്ടോ, നമ്മുടെ യുവ കോൺഗ്രസ് നേതാവാ. ഇവൻ പീഡിപ്പിച്ചിട്ട്, മാനസികമായും ശാരീരികമായും ഇവൻ പീഡിപ്പിച്ചതുകൊണ്ട് ഇനി എനിക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ഈ പെണ്ണ്, ഇതിൻ്റെ ഭർത്താവ് പോലീസിന് കൈമാറിയ വാട്സപ്പ് ചാറ്റുകളും പോലീസ് പരിശോധിച്ചതിന് ശേഷമാണ് കേസ് അന്വേഷിക്കുന്നത്. ഏനാത്ത് പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. ആ കത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ. കത്ത് ഇതാണ് ഇല്ലേ, ഞാൻ രേണു മാനസികമായും ശാരീരികമായും ഉണ്ടോ സുഹൈൽ അൻസാരി എന്ന വ്യക്തി അയാൾ പീഡിപ്പിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. കത്തിൻ്റെ പൂർണ്ണരൂപം എല്ലാം കാണുമായിരിക്കും, നോക്കാം. അടുത്ത് തന്നെ കണ്ടോ, പെണ്ണൊരുമ്പെട്ടാൽ. ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പയ്യനോട് തുണി മൊത്തം ഉരിഞ്ഞിട്ടിട്ട് വന്ന് പീഡിപ്പിക്കാൻ പറഞ്ഞു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ട്. ഇവളുടെ വേറെ 2 കിങ്കരന്മാർ ബാത്റൂമിനകത്ത് ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ലോഡ്ജ് മുറിയിലാണ് ആ ചെക്കനെ കൊണ്ടുപോയത്. ആ ചെക്കൻ ഇതിനെ കണ്ടിട്ട് അറപ്പ് തോന്നിയിട്ട് കാർക്കിച്ച് തുപ്പി. മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് അത്രയും ഒരു ബോധമുണ്ടായിരുന്നു. എന്നിട്ട് പോലീസുകാർ പിടിക്കാൻ വന്നപ്പോൾ ഇവളൊന്നും കൂടി മേക്കപ്പ് ഇടട്ടെ എന്ന്. എന്നിട്ട് ഇവളുടെ മുഖം എന്താ മറക്കാത്തതെന്ന് ചോദിച്ച് വേറെ ചില മലരികൾ വന്നിട്ടുണ്ട്. ആ കുട്ടിയോട് എന്നെ ഒന്ന് പീഡിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് തുണി ഉരിഞ്ഞു നിന്ന മഹദിയ. രാജ്യം ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ കയ്യിലായതുകൊണ്ട് മാത്രമാണ് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും കൂടുതൽ തളം കെട്ടാതെ ഈ നാടിങ്ങനെ നിന്നു പോകുന്നത്. നമുക്ക് വേണ്ടത് രാജ്യത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം എപ്പോഴും ഒരു താങ്ങും തണലും സഹായവുമായിട്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തോട് വർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരിട്ടെത്തുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. കണ്ടില്ലേ, നേരിട്ടെത്തി സ്വീകരിച്ചു. അദ്ദേഹവും ഭാര്യയും ഒക്കെ വന്ന് അത്താഴ വിരുന്നിൽ നെതന്യാഹുവിന് ഇന്ത്യൻ വേഷമാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദിയുടെ വേഷമിട്ടിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നത്.
നരേന്ദ്രമോദിയെ ഞെട്ടിച്ച് അദ്ദേഹത്തിൻ്റെ ബീവിയും വന്നിട്ടുണ്ട്, നമ്മുടെ കുങ്കുമ നിറമുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. ചരിത്രത്തിൽ ജൂതനെ പീഡിപ്പിക്കാത്ത ഒരേ ഒരു രാജ്യം കണ്ടോ. ഇന്ത്യക്ക് എല്ലാവരും സമന്മാരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രീണനമോ പീഡനമോ ഇന്ത്യ മഹാരാജ്യത്തിനില്ല. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സാറയുടെ കാവി സ്യൂട്ട് കണ്ടോ. കാവി കണ്ടാൽ ഹാലിളകുന്ന ആളുകൾ കുരുപൊട്ടി മാറി നിൽക്കുക. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ 40-ലധികം റോഹിംഗ്യൻ അഭയാർത്ഥികളെ മ്യാൻമാർ കടലിൽ തള്ളിയെന്ന ആരോപണവുമായി റോഹിംഗ്യൻ മുസ്ലിങ്ങളും മറ്റ് സംഘടനകളും. എങ്ങനെയുണ്ട്? ഇവരൊക്കെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നതാണോ? ഇവരെ സ്വീകരിക്കാൻ, ഇവരെ സഹായിക്കാൻ, ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ, ഇവർക്ക് നിർഭയത്വം കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ, ഇവർക്ക് അഭയം കൊടുക്കാൻ ഇവിടെ തന്നെ ആളുകളുണ്ട്. പിന്നെ ഇവരെ വേറെ എടപ്പാന. അമേരിക്കയിലെ ടെക്സസിൽ ശരീഅത്ത് നിയമം സ്ഥാപിക്കുന്നത് നിരോധിച്ചു. കാരണം അവരിതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇവന്മാരെ തുരത്താൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ഇവന്മാരെ ഓടിക്കാനാണ് ആ രാജ്യം തീരുമാനിച്ചത്. നരേന്ദ്രമോദി ഇസ്രായേലിലെത്തി, നേരിട്ടെത്തി സ്വീകരിച്ച നെതന്യാഹു. സന്തോഷം. 16 ദിവസം 20 ലക്ഷം ആളുകൾ. ഇവർ വിചാരിച്ചത് കുംഭമേളയ്ക്കൊക്കെ മലപ്പുറത്തെ തിരുനാവായയിൽ ഇവരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അത് നടത്തത്തില്ല എന്നാണ് വിചാരിച്ചത്. രക്ഷയില്ല. ഹിന്ദുക്കൾ തുണിഞ്ഞിറങ്ങി കഴിഞ്ഞു. കണ്ടില്ലേ, ഒരു മാധ്യമങ്ങളുടെ, ഒരു മതേതരന്മാരുടെയോ, ഒരു MP, ഒരു MLA-യുടെയോ, ഒരു പോലീസിൻ്റെയോ പിൻബലമില്ലാതെ നടക്കുമെന്ന് തെളിയിച്ച ഹിന്ദു മഹാസമ്മേളനം. അതെ, ഒരുമിക്കണം. അടുത്ത വർഷം ഈ മാധ്യമങ്ങൾ തിരുനാവായയിൽ വന്ന് തമ്പടിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അന്നിവർ കാന്തപുരത്തിന്റെ സമ്മേളനത്തിന് മാധ്യമ പിന്തുണ കൊടുക്കില്ല. VD സതീശന് മുഖ്യമന്ത്രിയും മിനിറ്റ് വെച്ച് തിരുനാവായയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് വിചാരിച്ചതുപോലെ നടത്തി. കേട്ടോ, നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി ആക്രമിച്ച ഭീകരന്മാരായിട്ടുള്ള ആളുകളാ. ഈ അപകട ചിഹ്നമിട്ട നാറികളൊന്നും ഇന്ന് ജീവനോടെ ഇല്ല. എല്ലാവരെയും ഒരു 7-8 ദിവസം എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ സേന വകവരുത്തി കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിനെതിരെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവരെ പഠിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഒന്ന് മദ്രസ തങ്ങൾ മുതലേ പഠിപ്പിച്ചു തുടങ്ങും ഭീകരവാദം. കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ എന്തുവാ ഇത്? പ്രൊഫറ്റിക് മെഡിസിൻ പ്രവാചകൻ തുപ്പിയതും തൂറിയതും ഒക്കെ വെച്ച് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. ഈസി ആയിട്ട് അങ്ങനെ അങ്ങ് പറ. അയാളുടെ തുപ്പലും തൂറ്റലും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഫോട്ടോയിൽ കിടന്ന് തൂങ്ങാം. അല്ലാതെ രാജ്യത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നന്മയോ ഒന്നും ഇവന്മാരെ കൊണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാത്തിനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. നോക്കിയോ, ഇസ്ലാമിക രാജ്യമായിട്ടുള്ള താജിക്കിസ്ഥാനിൽ ഭീകരവാദം തടയുന്നതിനു വേണ്ടി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മസ്ജിദിൽ പോകുക, പ്രാർത്ഥിക്കുക ഒക്കെ നിരോധിച്ചു. പ്രായപൂർത്തിയായതിനു ശേഷം അവർ തെരഞ്ഞെടുത്തോട്ടെ അവരുടെ മതം. നിങ്ങൾ നിർബന്ധിച്ചിട്ട് അവരെ ഒരു മതത്തിലേക്കും ആക്കണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ കണ്ടില്ലേ? ഈ രാജ്യത്തിനെതിരെ ഭീകരതകൾ അഴിച്ചുവിട്ട, മതം ചോദിച്ച് കരച്ചൊല്ലാൻ ആവശ്യപ്പെട്ട് ലിംഗാഗ്രചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി 29 പേരെ വധിച്ചതിന്റെ പേരിൽ നരേന്ദ്രമോദി പ്രതികാരം ചോദിക്കാൻ ഇറങ്ങി തിരിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ. 29 സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ആ ഒരു കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചോദിച്ച ഒരു ഓപ്പറേഷനായിരുന്നു നരേന്ദ്രമോദിയുടേത്. ഒരു പക്ഷേ ഷഹബാസ് ഷെരീഫ് പറയുവാണ് 3.5 കോടി ജനങ്ങൾ മരിച്ചു വീഴുമായിരുന്നെന്ന്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അത് സമ്മതിച്ചതായി US കമാൻഡർ ഇൻ ചീഫാണ് പറയുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂറിന് നരേന്ദ്രമോദി വിരാമം കുറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാനിലെ 3.5 ലക്ഷം ജനങ്ങളുടെ അന്ത്യം നരേന്ദ്രമോദിയുടെ ഒരൊറ്റ തീരുമാനത്തിൽ തീരുമായിരുന്നു. അത്ര പ്രതികാരദാഹത്തോടെയും അതിനേക്കാളേറെ വേദനയോടെയുമാണ് നരേന്ദ്രമോദി അതിനെ സമീപിച്ചത്. ഈ കാക്കാനെ കണ്ടോ നിങ്ങൾ? പഹൽഗാമിൽ 29 പേരെ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നതിന് ഇവൻ എഴുതിയ ഒരു കമൻ്റാണ്. നോക്കിക്കോ. മുഹമ്മദ് സനൂഫ് എന്നാണ് ഇവൻ്റെ പേര്. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങളെ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. ലോക രാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും. എവിടെ? ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും.
എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലാകാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഓ എന്താലേ, ഇസ്ലാമും മുസ്ലിമും ലോകത്തിന് എത്രമാത്രം ഭീഷണിയാണ് എന്ന് ആലോചിച്ചു. ഇവനും ജീവിക്കുന്നത് ഇന്ത്യക്കകത്താണ്. ഇന്ത്യയുടെ മതേതരത്വവും പേറി ഈ മലയാള മണ്ണിൽ ജീവിക്കുന്ന ഈ കൊടും ഭീകരൻ പറഞ്ഞത് കേട്ടോ. ഇതുപോലെയുള്ള ആളുകൾ ഉള്ളിടം എങ്ങനെ സമാധാനപൂരിതമാകുമെന്നാ പറയുന്നത്. നന്ദി.